ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് നമ്മൾ പാക്കിംഗ് ചെയ്യണ കവർ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സോപ്പിനൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേരിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് കവർ വരുന്നത്. കണ്ട, അപ്പോൾ കുറേ നാളായി നമ്മളിതിങ്ങനെ ഉണ്ടാക്കാൻ കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്കിത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മോഡൽ പാക്കിംഗ് കവറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ മതി. ഒന്ന് ഷോപ്പിലൊക്കെ ഒന്നും കൂടെ ഒരു നല്ല രീതിയിൽ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കവറൊക്കെ വേണമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ കവർ അടിക്കാൻ കൊടുത്തത്. പിന്നെ നമ്മൾ സോപ്പിൻ്റെ മുകൾക്കൊരു പേര്, കവറിൻ്റെ മുകളിലൊരു പേരൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് പ്രസ്സിൽ നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഒരു A4 ഷീറ്റ് പോലെയാണ് നമുക്ക് സ്റ്റിക്കർ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കറും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ കുറച്ച് സ്റ്റിക്കറാണ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് ആദ്യം അവർ വേറൊരു മോഡലാണ് എനിക്ക് അടിച്ച് തന്നത്. പക്ഷെ അതെനിക്ക് വലിയൊരു മനസ്സിനൊരു തൃപ്തിയായില്ല. പിന്നെ അവർ വേറെ സെലക്ട് ചെയ്തിട്ട് വിട്ടുതന്നു. അപ്പോൾ ഇതാണ് അത് ലാസ്റ്റ് അവർ വിട്ടുതന്നത്. അപ്പോൾ ഐഷാസ് ആണ് എൻ്റെ സോപ്പിൻ്റെ നെയിം ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഉമ്മയുടെ പേരാണ് ആയിഷ എന്ന്. അപ്പോൾ ആ ഒരു നെയിമാണ് ഞാൻ സോപ്പിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കവറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കവറ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പ്രസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തരും. പിന്നെ ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ലൈസൻസാണ്. അത് നമ്മൾ ലൈസൻസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ലൈസൻസ് അല്ല, ഒരു ചെറിയൊരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈസൻസ് വേണം. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വക ഇതിലാണ് നമ്മൾ ആ ലൈസൻസ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. തൽക്കാലം നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് ചെയ്താലും മതി. അപ്പോൾ എനിക്ക് പാൻ കാർഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് പാൻ കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഉമ്മാക്ക് പാൻ കാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയുടെ പേരിലാണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പാൻ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് വേണം നമുക്ക് ലൈസൻസ്, അതായത് ഉദ്യം രജിസ്ട്രേഷൻ നടത്താൻ. അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള കടകളിലുള്ള സോപ്പ് കൊടുക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുത്തിട്ടുണ്ടാ, ഇത് സോപ്പ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ വിശദമായിട്ട് ഞാൻ പറയണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കവറ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ സോപ്പിൻ്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കവറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോപ്പിൻ്റെ ബേസ്, ഗോട്ട് മിൽക്ക് ബേസ്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത ഈ നെയിം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒരുപാട് പേര് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.